ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 3-ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. മലയാളത്തിലെ യൂണിറ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ 4-ാമത്തെ യൂണിറ്റ് അപ്പൂപ്പൻ താടി എന്നുള്ള യൂണിറ്റിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. അപ്പോൾ നമ്മളിത് ഇതിനു മുമ്പ്, അതായത് അപ്പൂപ്പൻ താടിയിലെ മറ്റു ചാപ്റ്റേഴ്സ് വേറെ കുറേ പാഠങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ പാഠങ്ങളിലേക്ക് വേറെ വേറെ യൂണിറ്റ് ടെസ്റ്റുകൾ നമ്മൾ വേറെ പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് പയ്യെ പയ്യെ, വേഴാമ്പൽ, വേനൽ, മഴ, മഴയോട് മഴ, ഈ പാഠങ്ങളുമായി വരുന്ന ചോദ്യോത്തരങ്ങളാണ്. 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആൻസേഴ്സും കൂടെ നമുക്ക് വേണമെങ്കിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ വീഡിയോ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ്, സ്വന്തമായി ചിന്തിച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് എക്സാമിന് ഒരുപാട് യൂസ് ആവുക, എഴുതാൻ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ ഉത്തരം വേണമെന്നെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയേ. അപ്പോൾ ഇത് 1-ാമത്തെ പ്രവർത്തനം 6 മാർക്കിന്റെ ചോദ്യമാണ്. പയ്യെ പയ്യെ എന്ന നാടൻ പാട്ടിനെ ഒരു സംഭാഷണ രൂപത്തിൽ എഴുതുക. പയ്യെ പയ്യെ എന്നുള്ള കവിത എല്ലാവരും കണ്ടു കാണുമല്ലോ. നമ്മുടെ ക്ലാസ് കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക കേട്ടോ. ക്ലാസ്സിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പയ്യെ പയ്യെ എന്ന നാടൻ പാട്ടിന്, ഒരു നാടൻ പാട്ടാണല്ലോ, അപ്പോൾ അതിനൊരു സംഭാഷണ രൂപത്തിൽ, അത് കുട്ടിയും പശുവും തമ്മിലൊരു സംഭാഷണമാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഒരു സംഭാഷണ രൂപത്തിലേക്ക് മാറ്റി എഴുതാനാണ് പറയുന്നത്. 6 മാർക്കിന്റെ ചോദ്യമാണ്. 2-ാമത്തെ പ്രവർത്തനം, മഴയ്ക്കായി കാത്തിരിക്കുകയാണ് വേഴാമ്പൽ, മഴ വന്നതേയില്ല. അന്നേ ദിവസത്തെ വേഴാമ്പലിന്റെ എന്നാണ് കേട്ടോ, നമ്മുടെ അക്ഷരത്തെറ്റാണ്. വേഴാമ്പലിന്റെ ഡയറി എഴുതുക. അതായത് ഒരു വേഴാമ്പല് മഴയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ, പക്ഷെ മഴ വന്നതേയില്ല. അപ്പൊ എന്തായിരിക്കും അന്നേ ദിവസം മഴ വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ വേഴാമ്പൽ ഇരിക്കുകയാണ്, മഴ വരുന്നില്ല, കുറെ ദിവസങ്ങളായി കാത്തിരിക്കുന്നു. അപ്പൊ അന്നേ ദിവസത്തെ വേഴാമ്പലിന്റെ ഡയറിയാണ് എഴുതേണ്ടത് കേട്ടോ. 6 മാർക്കിന്റെ ചോദ്യമാണ്. 3-ാമത്തെ പ്രവർത്തനം, നമ്മുടെ ഭൂമി കടുത്ത ജലക്ഷാമം നേരിടുകയാണ്, ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത് കേട്ടോ. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. സോ വേർഡ്സ് ഒക്കെ നമ്മൾ കുറച്ച് ഹൈലൈറ്റ് ചെയ്യുക, ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരച്ച് ഉൾപ്പെടുത്താം. പോസ്റ്ററൊക്കെ എക്സാമിന് ഉറപ്പായും മലയാള എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. ജലസംരക്ഷണമാണ് ടോപ്പിക്. 3 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് 4-ാമത്തെ പ്രവർത്തനം, ജലമലിനീകരണം തടയുകയും ജലസ്രോതസ്സുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു നാടകം അരങ്ങേറാൻ പോവുകയാണ്. അപ്പൊ എന്താണ് നടക്കാൻ പോകുന്നത്? ജലമലിനീകരണം തടയുകയും ജലസ്രോതസ്സുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഒരു നാടകം നടത്താൻ പോകുന്നത്. നമ്മുടെ സ്കൂളിലെ കുട്ടികളൊക്കെ ചേർന്ന് ഒരു നാടകം തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പൊ അത് പ്രസന്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ. അപ്പൊ അതിന് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസാണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ നോട്ടീസ് തയ്യാറാക്കുന്നത് ആരാവാം? ഒന്നെങ്കിൽ സ്കൂൾ ലീഡർ ആവാം, പ്രസിഡന്റ് ആവാം, നിങ്ങൾ വെച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്കൂളിലാണ് നാടകം അരങ്ങേറാൻ പോകുന്നത് കേട്ടോ. അപ്പൊ വിഷയം ഇതാണ്, ജലമലിനീകരണം തടയുക, ജലസ്രോതസ്സുകളുടെ സംരക്ഷണം. അപ്പൊ എന്താ തയ്യാറാക്കേണ്ടത്? നോട്ടീസാണ്. അപ്പൊ എന്നാണ് നാടകം അരങ്ങേറാൻ പോകുന്നത്, എന്താണ് വിഷയം, എന്താണ് ഡേറ്റ്, സമയം എല്ലാം ഉൾപ്പെടുത്തുക കേട്ടോ. 5 മാർക്കിന്റെ ചോദ്യം. അതിനൊക്കെ സെപ്പറേറ്റ് മാർക്ക് ഉണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 5-ാമത്തെ പ്രവർത്തനം, വേനൽ എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ വേനൽ എന്ന കവിതയുടെ ക്ലാസ് കണ്ട എല്ലാവർക്കും ആ കവിതയുടെ ആശയം നന്നായി മനസ്സിലായിട്ടുണ്ടാകും. കാരണം കവിതയുടെ ആശയത്തിന്റെ ക്ലാസ് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആസ്വാദന കുറിപ്പ് എഴുതാൻ എന്തെങ്കിലും കഷ്ടം തോന്നുകയാണെങ്കിൽ നമ്മൾ ആ കവിതയുടെ, വേനൽ എന്ന കവിതയുടെ ആശയത്തിന്റെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കിയാൽ മതി. ആശയം മനസ്സിലാക്കിയ ശേഷം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 6-ാമത്തെ പ്രവർത്തനം, നിങ്ങളുടെ ഒരു മഴ അനുഭവം എഴുതുക. ഇത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്ന, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഹാഫ് ഇയർലി എക്സാം ആയിക്കോട്ടെ, ഹാഫ് ഇയർലി എക്സാമിനൊക്കെ ചോദിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഒരു മഴ അനുഭവം എഴുതുക എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 6 പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 30 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമെന്നൊന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലൊന്നും ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആൻസേഴ്സ് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ആൻസേഴ്സ് വേണമെന്ന് കുറച്ച് കമൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആൻസേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവുന്നത് തനിയെ എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് എക്സാംസിന് തനിയെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തനിയെ എഴുതാൻ കിട്ടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്